നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ചില്ലി ഫ്ലേക്സ്. ഇങ്ങനത്തെ വിഭവം ഉണ്ടോയെന്നൊന്നും നമുക്കറിയത്തില്ല, എന്നാലും നമ്മുടെ ഒരു പുതിയ റെസിപ്പിയാണ്. നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിന്നൊരു ചിക്കൻ്റെ റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 3 തക്കാളിക്കയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ നമ്മുടെ കറിയിലേക്ക് ചേർക്കാൻ പോകുന്നത് ചില്ലി ഫ്ലേക്സ് എന്നുവെച്ചാൽ നമ്മുടെ മുളക്, വറ്റില മുളക് പൊടിച്ചതും അതിലേക്ക് മസാലക്കൂട്ടെന്ന് പറയുമ്പോൾ പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു ഇതെല്ലാം കൂടെ പൊടിച്ച മസാലയും വറ്റില മുളക് പൊടിച്ചതും കൂടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രധാന കൂട്ട്. ഇതെല്ലാം നമ്മൾ വേറെ മസാലയൊന്നും ചേർക്കാറില്ല. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. മസാലക്കൂട്ടൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചിക്കൻ പീസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ലേശം മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മളിത് വേവിച്ചെടുക്കുന്നത്.
അപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് കറി ലീവ്സ് കൂടെ ആഡ് ചെയ്യുകയാണ്. നമ്മളിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ചിക്കൻ ചില്ലി ഫ്ലേക്സ് ഗ്രേവിയാണ്.